ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഡാൻ ആൻ്റണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസ്ക്രീം വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട്. നമ്മൾ അതിൻ്റെ പുതിയ ഡിഷ് വന്നു. അപ്പോൾ ട്രൈ ചെയ്ത്. ഇതിൻ്റെ പേര് സ്നോ ഐസ് എന്നാണ്. നമ്മൾ ഐസ്ക്രീം സദ്യയിലിട്ടൊരു വെള്ള സംഭവമില്ലേ, അത് തന്നെ ഇത് പക്ഷേ ഈ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മരം വെച്ച് കുത്തുന്നൊരു വേദന എടുക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്. കുറേ സ്പ്രിങ്കിൾസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇടും. പക്ഷേ ഈ സംഭവം കാണുന്ന അടിപൊളി, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതിങ്ങനെ വീണോണ്ടിരിക്കുന്നു. കുപ്പിയൊക്കെ ഭയങ്കര ഡെക്കറേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ വീഴുന്ന സ്മൂത്ത്നെസ് കണ്ടോ. പിന്നെ അത് ഭയങ്കരമായിട്ട് നിറഞ്ഞ്, ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ 80 റുപ്പീസിന് ഇത് കുറേ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. ഇത് ഇപ്പം തന്നെ ഗ്ലാസിൻ്റെ വെളിയിലായി. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സീരിയസ്ലി പറയാം, ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ വെള്ളി നിൽക്കുക. ഇത് അടിപൊളി സാധനം മക്കളെ, അടിപൊളി സാധനം. നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ മോനെ സെറ്റായിരുന്നു. എൻ്റെ തമ്പുരാനെ, ഈ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് ആ ചെറിയൊക്കെ തിന്നുമ്പോൾ ഇതാ കിട്ടി മോനെ, സാധനം കിട്ടി. നോക്കിയേ, ഇത് അടുത്തോട്ട് കാണിച്ചപ്പോൾ അമ്മയ്ക്ക് കൊതി വന്ന് ഞാൻ കൊടുത്തില്ല. നല്ല സാധനമായിരുന്നു. അങ്ങനെ ഇതാണ് പഴങ്കഞ്ഞി സോഡ. കുറേ ഉപ്പിലിട്ട സംഭവങ്ങൾ, ഉള്ളി, കാന്താരി മുളക്, കുറേ ഉപ്പിലിട്ട ക്യാരറ്റ്, മാങ്ങ, അച്ചടി, കിച്ചടി, ഇങ്കിടി, മങ്കിടി, പിന്നെ ഉപ്പിലിട്ടത്, ബീട്രൂട്ട്, ഉള്ളി, ഈ കാന്താരി മുളക്, പിന്നെ അടിച്ചിട്ട് ഇതെന്തോന്നറിയാമേ, മുളക് പൊടിയാണെന്ന് തോന്നുന്നു. അതും ഇട്ട് നാരങ്ങയും പിഴിഞ്ഞ്, ഇപ്പം നാരങ്ങ പിഴിയും. ഇതെന്തുവാ, മഞ്ഞപ്പൊടിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഉണ്ട് നാരങ്ങ അരി, അത് മറ്റേ മെഷീൻ വെച്ച് അങ്ങനെ ആക്കിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് എന്തിനും മണോ ഇതിന്, ഭയങ്കര എരിൻ്റെ മണോ ഇതിന്. അപ്പോൾ പിന്നെ അതിൻ്റെ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് മച്ചാമാരെ, നല്ല ടേസ്റ്റും ഭയങ്കര എരിയാണ്. അതിൻ്റെ അകത്തൊരു വലിയ കേട്ട ഐസുണ്ട്. പിന്നെ ഇപ്പോൾ സോഡ പൊടി മൂക്കിൽ എരി വരുന്നത്. ഡബ്ബി ചെയ്യുമ്പോൾ വായിക്കൂടി വെള്ളമാണ് വരുന്നത്, വെള്ളം. നല്ല ടേസ്റ്റ് കാണും. അത് എരിയുന്നു, എനിക്ക് നല്ലപോലെ എരിയുന്നുണ്ട്. അത് എന്താ റിയാക്ഷൻ കണ്ടോണേ, കണ്ടോ ഇത് എരിഞ്ഞ് കണ്ണ് നിറഞ്ഞു. ഇപ്പോൾ ഡബ്ബി ചെയ്യുന്നവരെ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര സീൻസാണ്. ഇപ്പോൾ ചിപ്പി കുടിക്കും, ചിപ്പി തീരും. കണ്ടോ ചിപ്പീൻ്റെ അവസ്ഥ ഇതാ. എരിഞ്ഞ് മരിക്കും മക്കളെ, മരിക്കും. ഇതിനകത്ത് കുറേ ഈ ക്യാരറ്റ്, മാങ്ങയൊക്കെ തിന്നാൻ കിട്ടി. ഭയങ്കര എരിയാണ്. ഇത് ഫുള്ള് കുടിക്കാൻ നോക്കിയില്ല, പകുതി കുടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്ത്. അടിപൊളി. വളരെ ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ഗായ്സ്. അത് കഴിഞ്ഞിട്ടാണ് പുതിയൊരു സാധനം, അവൽ ഇസ്തരി. വെറൈറ്റി ഇസ്തരിയാണ് നമ്മളെ ഉടുപ്പൊക്കെ തേക്കുന്നത്. പിന്നെ കുറേ ഗൃമ എന്ന് കുറേ സാധനമൊക്കെ ഇട്ട്. ഇത് അവിൽ കുറേ ഇട്ട്, പിന്നെ അവിലിട്ട് എന്തൊക്കെ ഇട്ടെന്ന്, ഇതെന്തുവാന്നറിയാൻ വയ്യ. എന്തൊക്കെയോ വാരി ഇടുന്നുണ്ട്. ചൂട് പാൽ ഒഴിച്ച് കുത്തി ഇളക്കുക. കൂത്തി അങ്ങ് ഇളക്കുക. എന്തുവാ ഇത്? അവരിന്ന് ഇളക്കട്ടെ, നമുക്ക് കാണാം. കൊള്ളാം, കണ്ടിട്ട് വലിയ രസമൊന്നുമില്ല, പക്ഷെ തിന്നാൻ അടിപൊളിയാണ്. ഇത് പിന്നെ പഞ്ചാര, പിന്നെ കുറേ കിരികിരാന്ന് കുറേ സാധനങ്ങൾ ഇടുന്നുണ്ട്. കാപ്പലണ്ടി, അങ്ങനെ കുറേ ആയിട്ടുണ്ട്. പഞ്ചാര ഒരു പറ ഇടുന്നുണ്ട്. അവസാനം ചൂട് പാല് ഒഴിക്കും. ഇത് കൂത്തി ഇളക്കുമായിരുന്നു, കൂത്തി. നല്ല ടേസ്റ്റാണ്. ഇതെന്തുവാ, പൊടിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ, കൃമക. ആദ്യം കപ്പലണ്ടി. അത് മാത്രമേ ഞാൻ പറക്കി തിന്നോളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് നോക്കിയില്ല. എല്ലാവർക്കും അങ്ങനെയൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ അവൽ നനച്ചതില്ല, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടില്ല.
ഇത് പിന്നെ എന്തോ വെള്ള സാധനം ബോൾ പോലെ ഇരിക്കും, ജെല്ലിയ. അതും ഇട്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് കുറേ ഇട്ട്. കട്ട് ഫ്രൂട്ട്സിന് മുന്തിരിങ്ങയൊക്കെ ഞാൻ പറയുന്നത്. എന്താ ചൂട് പാല്, അതുകൊണ്ട് ഞാൻ തിന്നില്ലത്. ചൂട് പാലായിരുന്നു. ഇത് അടിയിന്ന് മുകളിലോട്ട് ഇളക്കി തിന്നണം ഇത്. അപ്പം നമ്മുടെ കോൺഫ്ലെക്സും കൂടെ ഇട്ടപ്പം നമ്മളത് എല്ലാം കൂടെ സ്പൂണിലെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നമുക്കില്ലേ അവിടെ ഉള്ള ഒന്നും കാണാൻ വയ്യ. നമ്മളങ്ങ് സ്വർഗത്തിലെത്തി. പിന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. അടുത്ത സാധനമാണ് പാനിപൂരി ഐസ്ക്രീം. 4 എണ്ണമാണോ സെറ്റ് വരുന്നത്. ഇവർ പ്രിങ്കിൾസ് വിട്ടൊരു കളിയില്ല, എല്ലാത്തിലും ഉണ്ട് ഈ സാധനം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിഷ്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഈ പല്ലിൽ ഈ ഐസ്ക്രീം കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്. 4 എണ്ണം ഒരു സെറ്റ് വരുന്നു. നമുക്ക് ഫില്ല് ചെയ്ത് തന്നെ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ഗുഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഇതാ എനിക്ക് മോർ ദാൻ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടെ. വാനില ഐസ്ക്രീം ഈ ബോളിൻ്റെ അകത്തോട്ടാക്കി മേളിൽ കുറേ സ്പ്രിങ്കിളും അതൊക്കെ ഇട്ട് കഴിക്കുന്ന ഒറ്റ വായിടണം. അതാ രസം. ഇപ്പോൾ പല്ലൊക്കെ വേദനയെടുക്കും. ഇവരുടെ ഐസ്ക്രീമിന് ഭയങ്കര തണുപ്പ്. എൻ്റെ വായിലിപ്പോഴും വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഒന്നും കൂടി തിന്നാൻ തോന്നുന്നു. അവർ അടുത്ത ആഴ്ച ഇവരുടെ പുതിയ ഡിഷ് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ 3rd പാർട്ട് വരുന്നതായിരിക്കും. അപ്പം ഇവരിത് തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഞാനാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഗേയ്സ് 4 എണ്ണമാണ്. ഇനി എൻ്റെ മണ്ടേ വല്ലതും യെസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 മിനിറ്റ് കളിയാണ്. സ്പ്രിങ്കിൾസും ചോക്ലേറ്റ് ക്രീമും ഭയങ്കര വൃത്തിയായിട്ട് സ്പ്രിങ്കിൾസും ഇവർ ഭയങ്കര വൃത്തിയാക്കുക. അതിൽ ഗ്ലൗസൊക്കെ ഇട്ട്, നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൗസൊക്കെ ഇട്ട് ഗായ്സ് ഈ പ്രിങ്കിൾസ് ഇട്ട് കൊല്ലാൻ പോകുന്നു. കുറേ ഉണ്ട്. കിരിമിരാന്ന് പറഞ്ഞ് ഇടുക. നമ്മളായി കൊണ്ടുവന്ന് തരാൻ പോവാണ് ഗായ്സ്. രസമുണ്ട്. ഇതാണ് ചോക്കോ ചിപ്സ്. എല്ലാത്തിലും ഉണ്ട്. അവൽ ഇസ്തിരിയിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. കണ്ടിട്ടങ്ങ് വായി കൊതി കണ്ടോ. അത് നക്കി നോക്കിയത് ഞാൻ യമ്മി നല്ല ടേസ്റ്റ്. കാരണം ചിപ്പയെ ഞാൻ തട്ടി ദൂരെ കളഞ്ഞു. കൊള്ളാം. അത് വാ പൊത്തി വെച്ചേക്കുന്ന അകത്ത് ഫുള്ള് തണുക്കുന്നു. സംസാരിക്കാൻ നോക്കുന്നില്ല ഗായ്സ്. പിന്നെ ചിപ്പി അവിടെ നിന്ന് പാട്ട് പാടിയപ്പോൾ ചിപ്പിക്ക് ഒരു ചെറിയ കപ്പ് ഗ്ലാസ് കിട്ടി. എൻ്റെ അത് കുറച്ച് ഐസ്ക്രീമും കൊടുത്തു. ആ ഗ്ലാസ് നല്ല രസമുണ്ടായത്. വീട്ടിൽ കൊണ്ടുവന്നില്ല. ചേട്ടൻ്റെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും എവറസ്റ്റ് കഫേയിലോട്ട് അടിച്ചേറി വാ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.